ചൈനയിലെ ബീജിംഗിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 34 മരണം. ഹെബ പ്രവിശ്യയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. അപകട മേഖലകളിൽ നിന്ന് 80,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 130ഓളം ഗ്രാമങ്ങൾ ഇരുട്ടിലായി. ജൂലൈ 27-ന് ആരംഭിച്ച പേമാരി ബെയ്ജിംഗിൽ ദുരന്തമായി മാറുകയാണ്. പ്രദേശത്ത് മഴ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മേഖലയിൽ ഇന്നും നാളെയും കനത്ത മഴ പ്രവചിച്ചിരിക്കുന്നതിനാൽ അപകട മേഖലയിൽ നിന്ന് 80,000-ത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. 130ഓളം ഗ്രാമങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. അപകട മേഖലകളിൽ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ബെയ്ജിംഗ് അധികൃതർ ടോപ്പ് ലെവൽ എമർജൻസി റെസ്പോൺസ് പ്രഖ്യാപിച്ചത്. ആളുകൾ വീടിനുള്ളിൽ തുടരാനും സ്കൂളുകൾ അടച്ചിടാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും അടിയന്തര മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ടൂറിസവും മറ്റു പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനുമാണ് ഉത്തരവിട്ടിരിക്കുന്നത്. 2012-ന് ശേഷം ചൈനയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. 2012-ലുണ്ടായ പ്രളയത്തിൽ 79 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഈ വർഷം ഇതുവരെ പ്രകൃതി ദുരന്തങ്ങളിൽ ചൈനയ്ക്ക് $7.5 ബില്യൺ നഷ്ടമുണ്ടായെന്നാണ് കണക്ക്. ഏകദേശം 23 ദശലക്ഷം ആളുകൾ ദുരന്ത ബാധിതരായി. 6 ലക്ഷത്തിലധികം പേരെയാണ് ദുരന്തങ്ങളെ അതിജീവിക്കാൻ മാറ്റിപ്പാർപ്പിച്ചതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.